രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷന്റെ വാദത്തിലേക്ക് കടന്നിരിക്കുന്നു കോടതി. പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായിരിക്കുന്നു. ഇന്നലെ തുടങ്ങിയ വാദമാണ്, അത് പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട തെളിവുകളുമായിട്ടാണ് പ്രോസിക്യൂഷൻ വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള തെളിവുകൾ, രണ്ടാമത്തെ എഫ്ഐആറിലെ വിവരങ്ങൾ അടക്കം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അറസ്റ്റ് തടയൽ ഹർജി വിധി പറയാൻ മാറ്റിയിരിക്കുന്നു. ഹർജിയിൽ 1 മണിക്കൂറിനകം വിധി പറയുമെന്നുള്ള വിവരം കൂടി വരികയാണ്. അപ്പോൾ എല്ലാം വളരെ ഒരുമിച്ചായിരിക്കുമോ എന്നുള്ളതാണ് ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി 1 മണിയോടെ പ്രതീക്ഷിക്കാമെന്നുള്ള കരുതുമ്പോൾ അതോടൊപ്പം തന്നെ അറസ്റ്റ് തടയാനുള്ള ഹർജിയിലും വിധി അല്പനേരം കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഹർജിയിൽ 1 മണിക്കൂറിനകം വിധി പറയുമെന്നുള്ളതാണ്. ശ്യാം, അപ്പോൾ 2 വിധികളും ഒരേ സമയം പ്രതീക്ഷിക്കാമോ? 2 തീരുമാനങ്ങൾ ഒരേ സമയം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇതൊരു ഇടക്കാല ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അക്കാര്യത്തിൽ വിധി പറയുന്നത്, തീരുമാനമെടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടയുമോ എന്ന കാര്യത്തിലാണ് ഏറ്റവും സുപ്രധാനമായ തീരുമാനം കോടതി എടുക്കുക. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എടുക്കുക. കാരണം ഇന്നലെ അത്തരമൊരു ആവശ്യം വാദത്തിനിടെ ഉന്നയിച്ചിരുന്നുവെങ്കിൽ ആ ആവശ്യം അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് പ്രത്യേകമായ അപേക്ഷ നൽകി, ഉപഹർജി നൽകി അത്തരം ഒരു വാദം കോടതിയിൽ ഉന്നയിക്കുകയാണ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ. അതുകൊണ്ട് തന്നെ അത്തരം ഒരു വാദത്തിൽ, ആവശ്യത്തിൽ കോടതി 1 മണിക്കൂറിനുള്ളിൽ തീരുമാനമെടുക്കും. കൃത്യം 1 മണിക്ക് നമുക്കതിന്മേലുള്ള തീരുമാനം അറിയുകയും ചെയ്യാൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടയുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമമായ തീരുമാനമെടുക്കുക ഒരുപക്ഷെ പിന്നീടായിരിക്കും. ആ കാലയളവിൽ, ആ ഇടക്കാല ആശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുമോ എന്നാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. അത് ഈ അറസ്റ്റ് തടയുമോ എന്നതാണ്. ആ ആവശ്യത്തിൽ അറസ്റ്റ് തടയുമോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കും. ആ ഉപഹർജിയിൽ 1 മണിക്കൂറിനകം വിധി പറയും. ഉച്ചയ്ക്ക് 1 മണിക്ക് വിധി പറയും. വാദം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. വാദം പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ അതിന്മേലുള്ള തീരുമാനം എപ്പോൾ ഉണ്ടാകുമെന്നുള്ളതാണ്. 1 മണിക്കൂറിനകം വിധി ഉണ്ടാകും. വാദം പൂർത്തിയായി, അത് പരിശോധിച്ച് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ റഹീസ് റഷീദുണ്ട്. റഹീസ്, ഇപ്പോൾ വാദം പൂർത്തിയായിരിക്കുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി 1 മണിക്കൂറിനകം, കൃത്യം 1 മണിക്ക് വിധി പ്രതീക്ഷിക്കാം അല്ലേ? സ്മൃതി, 1 മണിക്ക് ആദ്യം വരിക നോട്ട് ടു അറസ്റ്റ് എന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യത്തിൽ കോടതിയുടെ തീരുമാനമാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യരുത്, മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യരുത് എന്നാവശ്യപ്പെട്ട് പ്രതിഭാഗം ഇന്ന് നൽകിയ ഹർജിയിലായിരിക്കും വിധി വരിക. ആ ഹർജി ഇന്നലെ തന്നെ പ്രതിഭാഗം കോടതിയിൽ ഇത് മെൻഷൻ ചെയ്തതാണ്. വാദത്തിനിടയിൽ അറസ്റ്റ് ചെയ്യരുത്, അവസാന വിധി വരുന്നത് വരെ എന്ന് കോടതിയിൽ പറഞ്ഞിരുന്നതാണ്. ആ സമയത്ത് പ്രോസിക്യൂഷൻ അതിനെ എതിർക്കുകയും ചെയ്തു. അറസ്റ്റ് ചെയ്യില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന നിലപാട് പ്രോസിക്യൂഷൻ കോടതിയിൽ എടുക്കുകയും ചെയ്തു. അതേ തുടർന്നാണ് ഇന്ന് മറ്റൊരു ഹർജിയായി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പ്രതിഭാഗം ഹർജിയായി തന്നെ നൽകിയത്. അതിന്മേലുള്ള വാദവും നടന്നു. ആ വാദത്തിലാണ് 1 മണിക്കൂറിനകം, കൃത്യം 1 മണിക്ക് കോടതി വിധി പറയുക.